ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏട്ടന്റെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തത് എനിക്ക്. താനെന്താ ഈ ഒറ്റയ്ക്ക് നിന്ന് പറയുന്നേ? വെറുതെ ഓരോന്ന് ആലോചിക്കായിരുന്നു. അല്ല, അർജുൻ സാറിന്റെയും ചേച്ചിയുടെയും മണിയറ ഒരുക്കണ്ടേ? എത്ര പെട്ടെന്നല്ലേ ഒരു വിവാഹമൊക്കെ നടക്കുന്നത്. ആൾക്കാരുടെ ബഹളമില്ല, ഫോട്ടോഷൂട്ടില്ല. ഇതൊക്കെയാണ് വിവാഹം. ഞാൻ ആലോചിക്കുന്നത് തന്റെ കാര്യമാ. എന്തുണ്ടായാലും തനിക്കൊരു അടി ഉറപ്പാ. അല്ല, തന്റെ രമാമയെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോന്ന് പറഞ്ഞ് വലിഞ്ഞു കയറി ചെന്ന് വാങ്ങുമല്ലേ. തനിക്കും കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ ഈശ്വര, അതിനുള്ള സാധ്യത ഒന്ന് വേഗമാക്കി തരണേ. പിന്നെ എന്നെ അടിച്ചു. പിന്നെ അവരാ കൈ ആരുടെയും മുന്നിൽ പൊക്കൂല. അത് പോട്ടെ, താൻ പറഞ്ഞു ശരിയാ കേട്ടോ. എത്ര വേഗന്ന ഒരു വിവാഹം നടന്ന് രണ്ടുപേരും ഒന്നിച്ചത്. എനിക്കും ഇതുപോലെ ചെറിയ വിവാഹം ഇഷ്ടം. എനിക്കും. അതിന് താൻ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ എന്താ ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ഉണ്ടെങ്കി ഉണ്ടെന്ന് പറയടോ. അങ്ങനെ ചോദിച്ചാ ഇല്ല. പക്ഷേ ഒന്നുകൂടി തറപ്പിച്ച് ചോദിച്ചാ ഉണ്ട്. ആണോ? ആരാ കക്ഷി? അതൊക്കെ ഉണ്ട്. ഒരു ക്ലൂ താടോ. ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. മഹി തിരിഞ്ഞു നോക്കി. മുന്നിലൊരു ചിന്നു. എന്തോന്ന്? അതെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു. എന്തോന്ന് സ്വപ്നം? താനും ഞാനും താനും? അല്ല, ഞാൻ വന്ന് തന്നോട് ഇഷ്ടാന്ന് പറയുന്നതാ സ്വപ്നം കണ്ടത്. ഉറക്കത്തിലെ സ്വപ്നത്തിലെങ്കിലും അല്പ സൂര്യൻ തന്നൂടെ? ആ സ്വപ്നത്തിന്റെ അവസാനം ഞാൻ തന്റെ ചെകിടടിച്ച് പൊട്ടിക്കുന്നത് കണ്ടില്ലായിരുന്നോ? ദേ, ഒരു കാര്യം ഞാൻ പറയാം. ഇതുപോലത്തെ സ്വപ്നം ഇനി കണ്ട ചൂട് പായസമാ കയ്യിലിരിക്കുന്നത്. എടുത്ത് ഒഴിക്കില്ല. എന്താണോ ഇത്? ഞാൻ വെറുതെ ഒരു പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞല്ലേ. ഓരോ നോട്ടപ്രാന്തും കൊണ്ട് വന്നോളൂ. എന്നാ കുടി. ഇതൊന്നും നടപടിയാവുന്ന ലക്ഷണമില്ല. ഗൈസ്, എന്റെ ആ പ്രാങ്കും പൊളിഞ്ഞു ഗൈസ്. താനൊരു കാര്യം ചെയ്യും, ആ ദേഹത്ത് കിടക്കുന്ന പൂണൂലൂരിയിട്ട് വേറെ വല്ല പണിക്കും പോകും. അല്ലാത്ത ഒരു ഗുണം ഞാൻ തന്നെ കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ശിവദാസനെ ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി. ഫോൺ എടുക്കുന്നുമില്ല, തിരിച്ചു വിളിക്കുന്നുമില്ല. തന്റെ വിറയലും വെപ്രാളം കണ്ട് അയാൾക്ക് മനസ്സിലായി കാണും താൻ ഒറ്റുവന്ന്. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് അങ്ങേർക്ക് മുന്നേ തന്നെ കൈവെക്കുന്നത് ഞാനായിരിക്കും.